സെമറ്റിക് മതങ്ങളിലെ ദൈവസങ്കല്പവും സനാതനധർമ്മത്തിലെ ബഹുദൈവ ആരാധനയും. സനാതനധർമ്മത്തിലെ ഈശ്വരസങ്കല്പവും സെമറ്റിക് മതങ്ങളിലെ ദൈവസങ്കല്പവും വളരെ വ്യത്യസ്തമാണ്. സെമറ്റിക്, ജൂത, ക്രിസ്ത്യൻ, ഇസ്ലാം മതങ്ങളിൽ ദൈവം എന്നൊരാൾ ഓരോ ദിവസവും സ്വർഗത്തിലിരുന്ന് ഭൂമി, സൂര്യൻ, ആകാശം, ജീവജാലങ്ങൾ എന്നിങ്ങനെ സൃഷ്ടി നടത്തുകയും മനുഷ്യന്റെ പ്രവർത്തികളിലെ പുണ്യപാപങ്ങളെ ആധാരമാക്കി സ്വർഗവും നരകവും വിധിക്കുകയും ചെയ്യുന്നു. തന്നെ ആരാധിക്കുന്നവർക്ക് സ്വർഗവും സ്വർഗത്തിൽ സുന്ദരികളായ യുവതികളും മദ്യം, പാൽ, തേൻ ഒഴുകുന്ന നദികളും വാഗ്ദാനം ചെയ്യുന്നു. അനുസരിക്കാതിരിക്കുന്നവർക്ക് കഠിനമായ ശിക്ഷയും ഉണ്ട്. തന്റെ ഇച്ഛയ്ക്കൊത്തു ജീവിക്കുന്നവരെ സ്വർഗത്തിലേക്കും അനുസരിക്കാത്തവരെ നരകത്തിലേക്കയച്ച് ശിക്ഷാവിധി നടപ്പിലാക്കുകയും ചെയ്യും. ഏകദേശം യജമാനനും ദാസനും തമ്മിലുള്ള ബന്ധമാണ് ദൈവവും വിശ്വാസിയും തമ്മിൽ. ആരാധനയ്ക്ക് അർഹൻ എന്റെ മതപുസ്തകത്തിൽ പറയുന്ന ദൈവം മാത്രമാണ് എന്ന് ഓരോ സെമറ്റിക് വിശ്വാസിയും ഉറച്ചു വിശ്വസിക്കുന്നു. സ്വന്തം മതത്തിലെ സൃഷ്ടാവിനെ മാത്രമേ വണങ്ങാവൂ എന്ന് നിഷ്കർഷിക്കുന്നു. അതുകൊണ്ട് ഇതര വിശ്വാസികളെ സ്വന്തം മതത്തിലേക്ക് ചേർത്താൽ ദൈവത്തിന്റെ പ്രതിഫലം ഉണ്ടെന്ന് കരുതുന്നു. ഏകദൈവം തന്നെ സൃഷ്ടികളായ തന്റെ കൽപ്പനകൾ അനുസരിക്കാത്ത അവിശ്വാസികളെ വെറുക്കാനും നശിപ്പിക്കാനും പറയുന്നതായി കാണുന്നു. വിവിധ വിശ്വാസങ്ങളും മതങ്ങളും ഉള്ള ആധുനിക സമൂഹത്തിന് ഇത് ഒരിക്കലും അംഗീകരിക്കാൻ ആവുന്നതല്ല. ദൈവം ഓരോ ദിവസവും ഓരോന്ന് സൃഷ്ടിച്ചു എന്ന സങ്കല്പത്തിൽ ദൈവത്തിന്റെ വെളിപ്പെടുത്തലിൽ തന്നെ ലോജിക്കൽ ആയി കുറച്ച് പ്രശ്നങ്ങളുണ്ട്. സെമറ്റിക് വിശ്വാസത്തിൽ സൃഷ്ടിയും സ്രഷ്ടാവും രണ്ടാണ് എങ്കിൽ ഈ ലോകത്തുള്ള ഒരു സൃഷ്ടിയിലും ഈശ്വരനെ കാണാൻ കഴിയില്ല. ഉദാഹരണത്തിന്, ഒരു കുശവൻ കലം ഉണ്ടാക്കുന്നു. കുശവന്റെ സൃഷ്ടിയായ മൺകലത്തിൽ കുശവൻ ഇല്ലാത്തപോലെ ദൈവത്തിന്റെ സൃഷ്ടിയിൽ ദൈവവും ഉണ്ടായിരിക്കില്ലല്ലോ. അങ്ങനെ വരുമ്പോൾ ദൈവത്തിന്റെ സൃഷ്ടികളായ ജീവജാലങ്ങളിൽ ഒന്നിലും ദൈവചൈതന്യം ഇല്ല എന്ന് വരും. ശരിയല്ലേ? അതുകൊണ്ട് സെമറ്റിക് മതവിശ്വാസത്തിൽ സ്രഷ്ടാവിനോട് മാത്രമാണ് ദാസ്യഭാവം. അവർക്ക് സൃഷ്ടികളായ മറ്റു ജീവജാലങ്ങളോട് മനസാക്ഷിയില്ലാതെ പെരുമാറാൻ കഴിയുന്നു. ഏകദൈവത്തിന്റെ കൽപ്പനകളെ ലംഘിക്കുന്ന, എതിർക്കുന്നവരെ നശിപ്പിക്കുന്നത് പോലും തന്റെ ദൈവത്തിന്റെ പ്രീതിക്ക് കാരണമാവും എന്നും ഉറച്ചു വിശ്വസിക്കുന്നു. ഇങ്ങനെ വിശ്വസിക്കുന്ന കൂട്ടരാണ് ഇന്നും ലോകം മുഴുവൻ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്. ഇതാണ് ലോകത്ത് മതപരമായ സംഘർഷങ്ങൾക്ക് കാരണമായിത്തീരുന്നത്. അതുപോലെ ഒന്നുമില്ലായ്മയിൽ നിന്ന് ഒന്നും സൃഷ്ടിക്കാൻ ആവില്ലല്ലോ. അപ്പോൾ സൃഷ്ടിക്കാനുള്ള അസംസ്കൃത വസ്തുക്കൾ വേറെ ആരെങ്കിലും കൊടുക്കണമല്ലോ. ഇവിടെ ദൈവം അപൂർണനായി മാറുന്നു. കഥയിൽ ചോദ്യമില്ല എന്നാണെങ്കിൽ കുഴപ്പമില്ല. എന്നാൽ സനാതനധർമ്മം ലോകത്തുള്ള മറ്റു മതങ്ങളിൽ നിന്ന് തികച്ചും വ്യത്യസ്തമാണ്. പ്രപഞ്ചത്തിന് അടിസ്ഥാനമായി ഒരു കാരണം, ഉണ്മയുണ്ട്. പരമകാരണമായ അതിനെ ബ്രഹ്മം, ബോധം, സത് എന്നിങ്ങനെ പേരുകളിൽ വേദത്തിലും ഉപനിഷത്തുകളിലും കാണാം. അത് സൃഷ്ടിക്കപ്പെടാത്തതും ശാശ്വതവും അനന്തവും എല്ലാ അസ്തിത്വത്തിന്റെയും കാരണവും അടിസ്ഥാനവും ഉറവിടവും ലക്ഷ്യവുമാണ്. അത് സൃഷ്ടിയുടെ എല്ലാ കണങ്ങളിലും ഉണ്ട്. സൃഷ്ടിയുടെ കാര്യത്തിൽ വേദാന്തം, ഉപനിഷത്ത്, അതായത് സനാതനധർമ്മം പറയുന്ന സിദ്ധാന്തം പ്രപഞ്ചത്തിന് ഒരു കാരണം ഉണ്ടെങ്കിൽ ആ കാരണം തന്നെയാണ് കാര്യമായി കാണപ്പെടുന്ന ഈ വിശ്വമെന്നാണ്. കാര്യവും കാരണവും രണ്ടല്ല, ഒന്നാണ്. സ്ഥൂലാവസ്ഥയിൽ പലതായി കാണുന്ന എല്ലാറ്റിൻ്റെയും സൂക്ഷ്മാവസ്ഥ ഒന്നാണ് എന്ന് വേദാന്തം പറയുന്നു. സഹസ്രാബ്ദങ്ങൾക്ക് മുൻപ് ഭാരതത്തിലെ ഋഷിമാർ ഇത് കണ്ടെത്തി മനസ്സിലാക്കി. അതായത് നാമങ്ങളും രൂപങ്ങളും പലത് ആണെങ്കിലും അടിസ്ഥാന വസ്തു ഒന്നു തന്നെയാണ്. അതുകൊണ്ട് ഭാരതീയ ചിന്തയിൽ വിശ്വത്തിൽ എന്തൊക്കെയുണ്ട് അതെല്ലാം ഈശ്വരൻ തന്നെയാണ്, വേറൊന്നില്ല. ഇതാണ് ഭാരതത്തിലെ അദ്വൈത ചിന്ത. എല്ലാം ഒന്നിൽ നിന്ന്. രണ്ടാമതായി ഒന്നുമില്ല. ഈ പ്രപഞ്ചത്തിൽ നിന്ന് അന്യമായി ഏതോ ഒരു സ്വർഗലോകത്ത് ഈശ്വരൻ ഇരിക്കുന്നു എന്നത് ഭാരതീയരുടെ അദ്വൈത സിദ്ധാന്തത്തിൽ ഇല്ല. ചാന്തോക്യ ഉപനിഷത്തിൽ പറയുന്നു, സൗമ്യ കുട്ടി ഇദം അഗ്രേ. ഈ സൃഷ്ടിക്കു മുമ്പ് സത്യവ ആസീത്. ഏതൊരു ശക്തിയിൽ നിന്നാണോ ഈ വിശ്വം ഉണ്ടായത് ആ ശക്തി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഏകം ഏവ അദ്വിതീയം. അത് ഏകമാണ്, അതുമാത്രമാണ്, രണ്ടല്ലാത്തതാണ്. സയേഷ അണിമ. പരമമായ ആ ബോധസത്ത അത്യന്തം സൂക്ഷ്മമാണ്, അങ്ങേയറ്റം സൂക്ഷ്മം. ഐതദാത്മ്യം ഇദം സർവം. അതുതന്നെയാണ് ഇവിടെ സർവസ്വമായി കാണപ്പെടുന്നത്. തത്സത്യം സാത്മാ. അതാണ് സത്യം, അഥവാ ഉള്ളത്. അതുതന്നെയാണ് ആത്മാവ്. തത്വമസി. നീയും അതുതന്നെയാണ്. ഇതാണ് പരമമായ സത്യം എന്ന് സനാതനധർമ്മത്തിലെ പ്രമാണ ഗ്രന്ഥങ്ങളായ എല്ലാ ഉപനിഷത്തുകളും ഉദ്ഘോഷിക്കുന്നു. ശ്രീനാരായണ ഗുരുദേവന് വളരെ ലളിതമായി മലയാളത്തിൽ ഭാരതീയ വേദാന്തം പറഞ്ഞു തന്നിട്ടുണ്ട്. നീയല്ലോ സൃഷ്ടിയും സൃഷ്ടാവായതും സൃഷ്ടിജാലവും, നീയല്ലോ ദൈവമേ സൃഷ്ടിക്കുള്ള സാമഗ്രിയായതും. വിശ്വാകാരമായിരിക്കുന്നത് ഈശ്വരൻ തന്നെയാണ് എന്നർത്ഥം.
ഭാരതീയ തത്വചിന്തയിൽ പ്രപഞ്ചത്തിൽ എന്തൊക്കെയുണ്ടായിട്ടുണ്ടോ അതെല്ലാം ബ്രഹ്മം, പ്രപഞ്ചം ആയിരിക്കുന്നതും ബ്രഹ്മം മാത്രം. ഇവിടെ വേറെ ഒന്നുമില്ല. സൃഷ്ടിയെക്കുറിച്ച് വേദങ്ങളിൽ ഇങ്ങനെ പറയുന്നു: ഏതസ്മാത് ആത്മന ആകാശ സംഭൂത, ആകാശാത് വായുഗു, വായോസ്തേജ, തേജസാപഃ, അദ്ഭ്യ പൃഥ്വി, പൃഥ്വ്യാം ഔഷധയഃ, ഔഷധിഭ്യോ അന്നം, അന്നാത് പുരുഷഃ. ആ പരമമായ ബോധസത്തയിൽ നിന്ന് ആകാശം, സ്പേസ്, സംഭവിച്ചു. ആകാശത്തിൽ വായു, എയർ, വായുവിൽ അഗ്നി, ഹീറ്റ്, അഗ്നിയിൽ ജലം, വാട്ടർ, ജലത്തിൽ നിന്നും ഭൂമി, ഭൂമി എന്നാൽ ഭൂഗോളത്തെയല്ല ഉദ്ദേശിച്ചത്. സൂക്ഷ്മമായ ബ്രഹ്മത്തിൽ നിന്നാണ് സ്ഥൂലമായ എല്ലാം പരിണമിക്കുന്നത്. ഇതാണ് പഞ്ചമഹാഭൂതങ്ങൾ, 5 ഭൂതങ്ങൾ. ഭൂതങ്ങൾ എന്നാൽ ഭവിച്ചത്, ഉണ്ടായത് എന്നർത്ഥം. ഭൂമിയിൽ ഔഷധികൾ, വൃക്ഷലതാദികൾ ഉണ്ടാകുന്നു, അന്നം ഉണ്ടാകുന്നു, അന്നത്തിൽ നിന്നു പുരുഷൻ. പുരുഷൻ എന്ന വാക്കിന് മലയാളത്തിലെ അർത്ഥമല്ല, പുരം എന്ന സംസ്കൃത വാക്കിനർത്ഥം കൂട്, ശരീരം. ശരീരത്തിനകത്തു കുടികൊള്ളുന്ന ചൈതന്യമാണ് പുരുഷൻ. സ്ത്രീയെന്നോ പുരുഷനെന്നോ ഉള്ള ലിംഗഭേദം ഇല്ല. എല്ലാ ജീവജാലങ്ങൾക്കും ഉള്ളിലും പുറത്തും നിറഞ്ഞു നിൽക്കുന്ന ചൈതന്യമാണല്ലോ ബ്രഹ്മം. പഞ്ചമഹാഭൂതങ്ങൾ സൂക്ഷ്മമാണ്. സൂക്ഷ്മമായ പഞ്ചമഹാഭൂതങ്ങൾ പഞ്ചീകരിക്കപ്പെട്ടു, പല രീതിയിൽ കൂടിച്ചേർന്നു. പഞ്ചീകൃതം സംഭവിച്ച പഞ്ചഭൂതങ്ങളാൽ സ്ഥൂലമായ പ്രപഞ്ചമുണ്ടായി, അനന്തകോടി ബ്രഹ്മാണ്ഡം ആവിർഭവിച്ചുവെന്ന് വേദം. ഇതൊരു പരിണാമമാണ്. ഋഷിമാർ സഹസ്രാബ്ദങ്ങൾക്കു മുമ്പേ അവരുടേതായ രീതിയിൽ കണ്ടെത്തി ശ്ലോകങ്ങളായി തലമുറകളിലേക്ക് പകർന്നതാണീ അറിവ്. ഈ വിശ്വത്തിൽ ജീവനുള്ളതും ജീവനില്ലാത്തതുമായി പല നാമങ്ങളിലും രൂപങ്ങളിലും കാണപ്പെടുന്ന എല്ലാ വസ്തുക്കളുടെയും സൂക്ഷ്മരൂപം ബ്രഹ്മമാണ്. അതുകൊണ്ട് സൃഷ്ടിക്കു മുൻപും ശേഷവും ബ്രഹ്മമല്ലാതെ വേറൊന്നും എവിടെയും ഇല്ല എന്നും ഭാരതീയ വേദാന്തം പറയുന്നു. എന്താണോ ഉള്ളത് അത് മാത്രമേ ഉള്ളൂ. യാതൊന്നും പുതിയതായി ഉണ്ടാകുന്നില്ല, ഇല്ലാതെയാകുന്നുമില്ല. ഒരേ സൂക്ഷ്മവസ്തു പഞ്ചീകരണം നടന്നതിലൂടെ പല രൂപങ്ങളിൽ കാണപ്പെടുന്നു, അനുഭവപ്പെടുന്നു. ആ പ്രതീതിക്കാണ് മായ എന്ന് വേദം പറയുന്നത്. ബ്രഹ്മസത്യം ജഗത്മിഥ്യ. പലതുണ്ട് എന്നുള്ളത് തെറ്റിദ്ധാരണയാണ്. ഇവിടെ ഒന്നേയുള്ളൂ എന്നതാണ് വാസ്തവം. ആധുനിക സയൻസും പറയുന്നുണ്ടല്ലോ വേൾഡ് ഇസ് നോട്ട് റിയൽ എന്ന്. ശ്രീരാമകൃഷ്ണ ദേവൻ ബ്രഹ്മത്തെക്കുറിച്ച് കഥകളിലൂടെ ഉപമകൾ പറഞ്ഞിട്ടുണ്ട്. ദോശ, ഇഡ്ഡലി, പുട്ട്, അപ്പം എന്നൊക്കെ നമ്മൾ വേർതിരിച്ചു പറയുന്നു. എന്നാൽ വിവേകിയായ അമ്മക്കറിയാം അത് എല്ലാം തന്നെ അരിയുടെ രൂപമാറ്റങ്ങൾ മാത്രമാണെന്ന്. ഇത് തന്നെയാണ് വേദാന്തിയുടെ, ജ്ഞാനിയുടെ മനോഭാവവും. ലോകപ്രശസ്തമായ ഒരു വേദമന്ത്രം പരിചയപ്പെടാം. ഓം പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തിഹി. അധപൂർണം. ഈ വിശ്വം എവിടെ നിന്ന്, യാതൊന്നിൽ നിന്നാണോ ആവിർഭവിച്ചത് അതിനെയാണ് അധഃ എന്ന ശബ്ദം കൊണ്ട് അർത്ഥമാക്കുന്നത്. ഈ പ്രപഞ്ചത്തിന് കാരണമായത് ഏതൊരു ശക്തിയാണോ അത് പൂർണ്ണമാണ്. പ്രപഞ്ചത്തിന് കാരണമായ ആ ശക്തിയെ ബ്രഹ്മം എന്ന് വേദങ്ങളിൽ പറയുന്നു. പൂർണ്ണമിദം. ബ്രഹ്മത്തിൽ നിന്ന് പ്രകടമായ ഈ വിശ്വവും പൂർണ്ണമാണ്. ഉപനിഷത്തുകളിൽ പറയുന്ന അനന്തകോടി ബ്രഹ്മാണ്ഡം. പൂർണ്ണാത് പൂർണ്ണം ഉദിച്യതേ. പൂർണ്ണമായ ബ്രഹ്മത്തിൽ പൂർണ്ണമായ ജഗത്ത് കാണപ്പെടുന്നു. പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. പൂർണ്ണതയിൽ നിന്ന് പൂർണ്ണതയെ എടുത്തുമാറ്റിയാൽ പൂർണ്ണം തന്നെ അവശേഷിക്കുന്നു. ഓം ശാന്തി ശാന്തി ശാന്തി. പൂർണ്ണത്തിൽ നിന്ന് പൂർണ്ണമുണ്ടാകുന്നു. എന്നാൽ പൂർണ്ണമായ ഈ വിശ്വം പൂർണ്ണമായ ഒന്നിൽ നിന്നാണ് പരിണമിച്ചത്, ആവിർഭവിച്ചത്. അപൂർണതയിൽ നിന്നല്ല. ഒന്നുമില്ലായ്മയിൽ നിന്ന് ഒന്നും ഉണ്ടാകുന്നില്ല എന്ന് ആദ്യം മനസ്സിലാക്കുക. ഭാഗികമായ അപൂർണമായ ഒന്നിൽ നിന്ന് പൂർണ്ണമായ ഒന്നും ഉണ്ടാകുക സംഭവ്യമല്ല. പൂർണ്ണതയിൽ നിന്ന് പൂർണ്ണതയെ എടുത്തുമാറ്റിയാൽ പൂർണ്ണം തന്നെ അവശേഷിക്കുന്നതെങ്ങനെയെന്ന് നോക്കാം. പേഴ്സിൽ ഉള്ള 100 രൂപയിൽ നിന്ന് 100 രൂപ ചിലവാക്കിയാൽ വീണ്ടും 100 രൂപ അവശേഷിക്കുമോ? ഉപനിഷത്തിലൂടെ ഋഷി പറയുന്നത് നമുക്കറിയാവുന്ന ഈ കണക്കല്ല. കാരണമായ ചൈതന്യം, ബ്രഹ്മം പൂർണ്ണമാണ്. കാര്യമായ ഈ വിശ്വവും പൂർണ്ണമാണ്. കാരണമായ ബ്രഹ്മ ചൈതന്യത്തിൽ നിന്നാണ് കാര്യമായ ഈ വിശ്വം പരിണമിച്ചത്. കാര്യമായ ഈ വിശ്വം നശിച്ചാലും കാരണമായ ബ്രഹ്മം നശിക്കുന്നില്ല. ആത്മ അന്വേഷണമാണ് ഈശ്വരന്വേഷണം എന്ന് സനാതൻ ധർമ്മം പറയുന്നു. ഞാനാരാണ്? ഞാനെന്താണ്? ഈ പ്രപഞ്ചം എന്താണ്? ഇങ്ങനെയുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരമാണ് ഉപനിഷത്ത്. കേനോപനിഷത്തിൽ പറയുന്നു, ഭൂതേഷു ഭൂതേഷു വിചിത്യ ധീര
പ്രേത്യാസ്മല്ലോകാദമൃതാ ഭവന്തി. ഈ പ്രപഞ്ചത്തിൽ എന്തൊക്കെ ഭവിച്ചിട്ടുണ്ടോ ഉണ്ടായിട്ടുണ്ടോ അതെല്ലാം വിശകലനം ചെയ്ത് മനസ്സിലാക്കുന്നവൻ ധീരനാകുന്നു. അവൻ ജനിമൃതികളുടെ ലോകത്ത് നിന്ന് അമൃതത്തിലേക്ക് മരണമില്ലാത്തവനായി മാറുന്നു. മുന്നിൽ കാണുന്ന ഓരോന്നിനെയും സൂക്ഷ്മമായി വിശകലനം ചെയ്തു നോക്കൂ. പലതായി കാണുന്നുണ്ടെങ്കിലും വിശ്വത്തിൽ കാണുന്ന എല്ലാ വസ്തുക്കളുടെയും അന്തസത്ത ഏകമായ ബ്രഹ്മമാണെന്ന് തിരിച്ചറിയാം. എല്ലാം ബ്രഹ്മമാണെങ്കിൽ ഞാനും ബ്രഹ്മമാണ്. അഹം ബ്രഹ്മാസ്മി. ഞാൻ നാശമില്ലാത്ത ബ്രഹ്മമാണെന്ന് അറിയുന്നവൻ അമരനായി തീരുന്നു. ഇതൊരു തിരിച്ചറിവാണ്. ഇതിനെയാണ് ആത്മസാക്ഷാത്കാരം, മുക്തി, മോക്ഷം എന്നിങ്ങനെ പറയപ്പെടുന്നത്. ജീവാത്മാവ് പരമാത്മാവിൽ ലയിക്കുന്നു എന്നൊക്കെ പറയുന്നു. ജീവാത്മാവും പരമാത്മാവും രണ്ടാണ് എന്ന് തോന്നുന്നത് ജീവാത്മാവ് പരമാത്മാവിൽ ലയിക്കാത്തിടത്തോളം മാത്രം. താൻ പരമാത്മാവ് ആണ് എന്ന തിരിച്ചറിവാണ് ലയനം. ഈ തിരിച്ചറിവ് വന്നവൻ അടുത്തു നിൽക്കുന്ന സഹജീവികളോട് പറയുന്നു, തത്വമസി, നീയും അതാകുന്നു. മോക്ഷവും സ്വർഗവും ഒന്നാണെന്നു തെറ്റിദ്ധരിക്കരുത്. സനാതനധർമ്മത്തിൽ ഒരുവൻ ചെയ്ത പ്രയത്നങ്ങളുടെ നല്ല ഫലം അനുഭവിക്കുന്നതിനെയാണ് സ്വർഗം എന്ന് പറയുന്നത്. പുണ്യകർമ്മങ്ങളുടെ ഫലം തീരുമ്പോൾ ഭൂമിയിലേക്ക് തന്നെ തിരിച്ചു പതിക്കുന്നു. അത് മോക്ഷം അല്ല. ഒരു സനാതനധർമ്മ വിശ്വാസിയുടെ ആത്യന്തിക ലക്ഷ്യം സ്വർഗമല്ല. ഹിന്ദുമതത്തിൽ സ്വർഗവും നരകവും മരണാനന്തര ജീവിതത്തിലല്ല, സ്വന്തം പ്രവർത്തികളുടെ അനന്തരഫലങ്ങളാണ്. ഭൂമിയിൽ തന്നെ ഒരുവൻ സ്വർഗവും നരകവുമായി തീരുന്നത്. മരണം മാറ്റം മാത്രമാണ്, ഒന്ന് മറ്റൊന്നായി മാറുന്നു. അത്ര മാത്രമേ സംഭവിക്കുന്നുള്ളൂ. ശരീരം നശിക്കുമ്പോഴും ആത്മാവ് നശിക്കുന്നില്ല. ഇത് വളരെ വ്യക്തമായി ഭഗവത്ഗീതയിൽ പറയുന്നുണ്ടല്ലോ. പഞ്ചഭൂതങ്ങളാൽ രൂപപ്പെട്ടതാണ് ശരീരമെന്ന് മുന്നേ പറഞ്ഞിട്ടുണ്ടല്ലോ. സനാതനധർമ്മം ഉദ്ഘോഷിക്കുന്നത്, വേദങ്ങളുടെ സാരമായ ഉപനിഷത്തുകൾ ഉയർത്തി കാണിക്കുന്നത് അദ്വൈതമാണ്. ഞാൻ ശരീരമല്ല, മനസ്സല്ല, ബുദ്ധിയുമല്ല, ഞാൻ സർവ്വവ്യാപിയായ ആത്മാവാണ്. എനർജി എന്നോ എറ്റേണൽ കോൺഷ്യസ്നെസ് എന്നോ എന്ത് നാമത്തിലും വിളിക്കാം. ഇതാണ് ഭാരതീയ വേദാന്തചിന്ത, അദ്വൈതം. ഭാരതീയർ എന്തുകൊണ്ടാണ് സൂര്യചന്ദ്രന്മാരെയും ഗ്രഹങ്ങളെയും നക്ഷത്രങ്ങളെയും ആരാധിച്ചത്? നദികളെയും പർവ്വതങ്ങളെയും വൃക്ഷങ്ങളെയും ലോകത്തുള്ള സകല ജീവജാലങ്ങളെയും ആരാധിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്നവരായത്? ഈ പ്രകൃതി ഈശ്വരൻ തന്നെയാണ് എന്ന സത്യം അവർ മനസ്സിലാക്കിയവരായിരുന്നു. അവർ എല്ലാത്തിനെയും വണങ്ങിയിരുന്നു. അവർ പ്രകൃതിയെ ഒരു വിധത്തിലും ചൂഷണം ചെയ്തിരുന്നില്ല. പ്രകൃതിയെ ആരാധിക്കുന്നവർക്ക് എല്ലാം അമൂർത്തമായ ഒരു ശക്തിയുടെ മൂർത്തമായ ഭാവങ്ങളാണ് എന്ന് മനസ്സിലാക്കിയവർക്ക് പ്രകൃതിയിലെ ഒന്നിനോടും ദ്രോഹം ചെയ്യാനാവില്ല. അതുകൊണ്ടുതന്നെ സനാതനധർമ്മത്തിലെ അദ്വൈത സിദ്ധാന്തത്തിന് ലോകത്തിൽ ഇന്ന് കാണുന്ന എല്ലാ സംഘർഷങ്ങളും ഇല്ലാതാക്കാനുള്ള ശക്തിയുണ്ട്. ഹിന്ദുമതത്തിൽ എന്തുകൊണ്ടാണ് ബഹുദൈവ ആരാധന? ഹിന്ദുമതത്തിൽ ഒരുപാട് ദേവതകളും ദേവന്മാരും ഉണ്ടല്ലോ. വേദാന്തം പറയുന്നു ഈ വിശ്വം മുഴുവൻ ഒരേ ശക്തിയുടെ മൂർത്തഭാവം ആണെന്നാണല്ലോ. പിന്നെ എന്തിനാണ് ഒരുപാട് ദൈവങ്ങൾ? യേ യഥാ മാം പ്രപദ്യന്തേ താംസ്തഥൈവ ഭജാമ്യഹം. ഭഗവത്ഗീത. എവർ എങ്ങനെ എന്നെ പ്രാപിക്കുന്നുവോ ഭജിക്കുന്നുവോ അവരെ അതേവിധം തന്നെ ഞാൻ അനുഗ്രഹിക്കുന്നു. ഹിന്ദുമതത്തിൽ 2 രീതിയിലാണ് ഈശ്വര ആരാധന നടത്തുന്നത്: സഗുണ ആരാധന, നിർഗുണ ആരാധന. ഈശ്വരനെ ഗുണങ്ങളോടുകൂടി ആരാധിക്കുക, അല്ലെങ്കിൽ നമുക്ക് പ്രാപ്യമാവാനുള്ള ഗുണങ്ങൾക്കു വേണ്ടി ഈശ്വരനെ ആരാധിക്കുന്നതിനാണ് സഗുണ ആരാധന എന്ന് പറയുന്നത്. വ്യാവഹാരിക ലോകത്ത് ചരിക്കുന്ന മനുഷ്യന് ആവശ്യങ്ങളുണ്ട്. ആവശ്യങ്ങളും ആഗ്രഹങ്ങളും നേടിയെടുക്കുന്നതിന് പ്രത്യേക ഗുണങ്ങൾ അഥവാ കഴിവുകൾ ആവശ്യം. പ്രയത്നത്തോടൊപ്പം കഴിവുകളും ഉണ്ടെങ്കിൽ ആഗ്രഹങ്ങൾ അഥവാ ആവശ്യങ്ങൾ നേടിയെടുക്കാൻ എളുപ്പമാണ്. ഹിന്ദുമതത്തിൽ അനവധി ദേവതകളെ കാണാം. വലിയ കർമ്മങ്ങളിൽ ഏർപ്പെടാൻ തുടങ്ങുന്നതിനു മുമ്പ് ഗണപതിയെ ആരാധിക്കുന്നു. വിദ്യാർത്ഥികൾ, കലാകാരന്മാർ സരസ്വതി ദേവിയെ ആരാധിക്കുന്നു. നമ്മുടെ രാജ്യത്തിന്റെ അതിർത്തി കാത്തുകൊണ്ട് ശത്രുക്കളെ നിഷ്കരണം നേരിടേണ്ടി വരുന്ന സൈനികർ ഉപാസിക്കുന്നത് ഉഗ്രരൂപിണിയായ കാളി ദേവിയാണ്. ഏതു സാഹചര്യങ്ങളെയും നിയന്ത്രണവിധേയമാക്കുന്ന, പുഞ്ചിരിയോടെ കൈകാര്യം ചെയ്യുന്ന ശ്രീകൃഷ്ണ ഭഗവാനെ അതിൽ ആകൃഷ്ടരാകുന്നവർ ആരാധിക്കുന്നു. അല്ലെങ്കിൽ ആ ഗുണങ്ങൾ തനിക്ക് വന്നുചേരാൻ വേണ്ടി ഉപാസിക്കുന്നു. നിഷ്കളങ്കതയും കുസൃതിയും ആഗ്രഹിക്കുന്നവർ, ഇഷ്ടപ്പെടുന്നവർ ഉണ്ണിക്കണ്ണനെ ആരാധിക്കുന്നു. വിവിധ ജീവിത സാഹചര്യങ്ങളിൽ, സന്ദർഭങ്ങളിൽ അനുയോജ്യമായ അല്ലെങ്കിൽ സാഹചര്യം ആവശ്യപ്പെടുന്ന ദേവതാ സങ്കല്പങ്ങളെ ആരാധിക്കുന്നു അല്ലെങ്കിൽ ഉപാസിക്കുന്നു. ഒരു വ്യക്തിയുടെ ജീവിതത്തിലെ വ്യത്യസ്ത കാലയളവിലും അവസരങ്ങളിലും വ്യത്യസ്ത ദേവതകളെ ആരാധിക്കേണ്ടി വന്നേക്കാം. ദേവതകളെ അല്ലെങ്കിൽ മൂർത്തികളെ ആരാധിക്കുന്നത് വഴി ആ ദേവതകളിൽ ആരോപിക്കപ്പെട്ടിട്ടുള്ള ഗുണങ്ങൾ തന്നിൽ വന്നുചേരും എന്നുള്ള സങ്കല്പത്തിലാണ് ഉപാസനകളെല്ലാം.
സത്യത്തിൽ ഒരുവനിൽ അന്തർലീനമായി കിടക്കുന്ന കഴിവുകളെ ഉണർത്തിയെടുക്കുന്നതിനുള്ള സാധനങ്ങളാണ്, പ്രക്രിയയാണ് സഗുണ ആരാധന. അമൂർത്തമായ, രൂപമില്ലാത്ത ഒന്നിൽ മനസ്സിനെ കേന്ദ്രീകരിക്കാൻ ആവില്ല എന്നതിനാൽ ഗുണങ്ങൾക്ക് ദേവന്റെ അല്ലെങ്കിൽ ദേവതയുടെ രൂപം നൽകി ഉപാസിച്ചുകൊണ്ട് ആ ഗുണങ്ങളെ വളർത്തിയെടുക്കുന്നു, അല്ലെങ്കിൽ ഉണർത്തുന്നു. സൂക്ഷ്മമായ പഞ്ചഭൂതങ്ങളിൽ നിന്ന് സ്ഥൂലമായ വൈവിധ്യങ്ങളുള്ള വിശ്വം പരിണമിച്ച പോലെ ജീവികളുടെ സ്വരൂപം ബ്രഹ്മമാണ്. എങ്കിലും ഓരോന്നിനും സ്വഭാവം വ്യത്യസ്തമാണല്ലോ. അതുകൊണ്ട് 33 ദേവതകൾ. 33 എന്നതുകൊണ്ട് അനന്തമായ എണ്ണം മാത്രമാണ് ഉദ്ദേശിക്കുന്നത്. വ്യത്യസ്ത ദേവന്മാരെ ആരാധിക്കുന്നുവെങ്കിലും എല്ലാം ബ്രഹ്മമാണ് എന്ന പരമസത്യം ഭാരതത്തിൽ എല്ലാവരിലും നിലനിന്നിരുന്നു. അതുകൊണ്ട് തന്നെയാണ് പുറമേ നിന്ന് കടന്നുവന്ന വ്യത്യസ്ത മതങ്ങളെ ഭാരതീയർ ഇരുകൈ നീട്ടി സ്വീകരിക്കുകയും നിലനിൽക്കാൻ സഹായിക്കുകയും ചെയ്തത്. ലോകം മുഴുവൻ വേട്ടയാടപ്പെട്ട ജൂതർക്ക് ഭയപ്പെടാതെ ഇന്ത്യയിൽ ജീവിക്കാൻ കഴിഞ്ഞത് ചരിത്രമാണല്ലോ. ഒരാൾക്ക് പ്രത്യേകിച്ചൊന്നും നേടിയെടുക്കാൻ ഇല്ല എന്ന് കരുതുന്നവർ അല്ലെങ്കിൽ ആഗ്രഹമില്ലാത്തവർ നിർഗുണ ആരാധകരാണ്. അവർ ബ്രഹ്മം മാത്രമാണ് സത്യം, ലോകം മിഥ്യയാണ്, ബ്രഹ്മസത്യം ജഗത് മിഥ്യ എന്ന സത്യം മനസ്സിലാക്കിക്കൊണ്ട് ഭൗതിക സുഖങ്ങളിൽ താൽപ്പര്യമില്ലാത്തവരാണ്. ഈ ലോകത്ത് എങ്ങനെ ജീവിക്കണം എന്നുകൂടി ഉപനിഷത്ത് പറയുന്നു. ഈശാവാസ്യമിതം സർവം യത്കിഞ്ച ജഗത്യാം ജഗത് തേന ത്യക്തേന ഭുഞ്ജീത മാ ഗൃധ കസ്യ സ്വിദ്ധനം. ഈശാവാസ്യോപനിഷത്ത്. ഈ ജഗത്തിൽ, ഈ വിശ്വത്തിൽ കാണപ്പെടുന്നതും കാണപ്പെടാത്തതും യാതൊന്നുണ്ടോ അതെല്ലാം തന്നെ ഈശ്വരനാൽ ആവാസ്യമാണ്, അഥവാ ഈശ്വരനാണ്. അതുകൊണ്ട് ഈശ്വരനാണ് ഈ പ്രപഞ്ചം ആയിരിക്കുന്നത് എന്നുള്ളതുകൊണ്ട് ത്യജിച്ചുകൊണ്ട് എനിക്ക് മാത്രമുള്ളതല്ല, എനിക്ക് ശാശ്വതവുമല്ല എന്ന സത്യം ഉൾക്കൊണ്ടുകൊണ്ട് അനുഭവിക്കൂ, ആസ്വദിക്കൂ. അരുത് മോഹിക്കരുത്. ആരുടേതാണ് ഈ ധനം? സ്വയം ചോദിക്കുക. ഈ ലോകത്ത് കർമ്മങ്ങൾ ചെയ്തുകൊണ്ട് തന്നെ 100 വർഷം ജീവിക്കാൻ തീരുമാനിക്കണമെന്നാണ് ഈശാവാസ്യോപനിഷത്ത് പറയുന്നത്. കർമ്മങ്ങൾ ധർമ്മം അനുസരിച്ചായിരിക്കണം. തനിക്കും കുടുംബത്തിനും നാടിനും സർവോപരി ലോകത്തിനും മംഗളകരമായി തീരുന്ന കർമ്മങ്ങൾ ധർമ്മവും, ഒരുവൻ തന്റെ താൽപ്പര്യങ്ങൾക്ക് മാത്രം മുൻതൂക്കം കൊടുത്തുകൊണ്ട് ചെയ്യുന്ന കർമ്മങ്ങൾ അധർമ്മമാണ് എന്നും മനസ്സിലാക്കുക, ബുദ്ധിയിൽ ഉറപ്പിക്കുക. ക്ഷേത്രങ്ങളിൽ ഈ ധർമ്മ പ്രചാരണ കേന്ദ്രങ്ങളാവണം. ഒരു കാലത്തു ആയിരുന്നു. ആരാധന മാത്രമല്ല, ഭാരതീയ കലാരൂപങ്ങൾ രൂപപ്പെട്ടതും അഭിവൃദ്ധിപ്പെട്ടതും ക്ഷേത്രങ്ങളിൽ ആകുന്നു. ഒരു കാലത്തു വൈദ്യന്മാർ വ്യത്യസ്ത രോഗങ്ങൾക്ക് വ്യത്യസ്ത ക്ഷേത്രങ്ങളിലെ പ്രസാദം കുറിച്ചു കൊടുത്തിരുന്നു. അതാത് ദേശങ്ങളിലെ പ്രത്യേക കാലാവസ്ഥക്കനുസരിച്ച് സാധ്യതയുള്ള അസുഖങ്ങളെ മുൻകൂട്ടി കണ്ടുകൊണ്ട് പ്രത്യേക ലോഹക്കൂട്ടുകളും നവപാഷാണങ്ങളടക്കം ഉപയോഗിച്ചാണ് ദേവീ വിഗ്രഹങ്ങൾ രൂപപ്പെടുത്തിയത്. അതിലർപ്പിക്കുന്ന പാൽ, നെയ്യ്, മഞ്ഞൾ തുടങ്ങി വിവിധ വസ്തുക്കൾ ഔഷധങ്ങളായി രോഗശമനം ഉണ്ടാക്കുന്നു. ധർമ്മിഷ്ഠരായ രാജാക്കന്മാർ ദേശത്തെ ദേവതയെ മുൻനിർത്തി ജനക്ഷേമത്തിനു വേണ്ടി മാത്രം നാട് ഭരിച്ചു. ക്ഷേത്രങ്ങൾ സമ്പന്നമായിരുന്നു. അതുകൊണ്ടാണ് ഭാരതത്തെ ആക്രമിച്ച വിദേശ അക്രമികൾ ക്ഷേത്രങ്ങളെ ലക്ഷ്യം വെച്ചത്. സനാതനധർമ്മത്തിലെ ഉപനിഷത്തുകൾ പഠനവിധേയമാക്കുക, കൂടുതൽ അറിവ് നേടുക, പ്രചരിപ്പിക്കുക. ഭാരതത്തിലെ ഋഷീശ്വരന്മാർ ഉപനിഷത്തുകളിലൂടെ പകർന്നു തന്ന ഈ അറിവ് ഇവിടെ ഭാരതത്തിലെ വേദങ്ങളിലെ ഉപനിഷത്തുകളില്ലാതെ ഇത്രയും വ്യക്തമായി ലോകത്തെ ഒരു ഗ്രന്ഥത്തിലും കാണാവുന്നതല്ല. നിങ്ങൾക്ക് അന്വേഷിക്കാവുന്നതാണ്. ഓം ശാന്തി ശാന്തി ശാന്തിഹി.